ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്കൂളുള്ളൊക്കെ ദിവസമാണ് കേട്ടോ. കണ്ടാൽ ഉച്ചയായെന്ന് തോന്നും, പക്ഷേ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. നല്ല ലൈറ്റ് അടിച്ചു വരുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ ആദ്യം തന്നെ കതകൊക്കെ ഒന്ന് തുറന്നിടാം, വിൻഡോ ഒക്കെ ഒന്ന് പൊക്കി വയ്ക്കാം. ലൈറ്റ് അകത്ത് പുറത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ അകത്ത് അത്രയ്ക്ക് കാണാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാംഗോനെ ഒന്ന് പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്കൂളുള്ള ദിവസമാണ്, അപ്പോൾ ഷറ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത്രയും സ്പീഡിലല്ല ഞാൻ ഓടുന്നത്. ഞാൻ വീഡിയോ നമുക്ക് മൾട്ടിപ്പിൾ ഇതിൽ ഇടാമല്ലോ, അങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ട് ഷൂട്ട് ചെയ്തെടുത്തേക്കുന്നതല്ലേ, നിങ്ങൾക്ക് ബോറടിക്കുക ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കുന്നത് അതെൻ്റെ എയർ ഫ്രയറാണ്. ക്വസിനാട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ആ എയർ ഫ്രയറിൽ നമുക്ക് ടോസ്റ്റ് ചെയ്യാം, ഒരു അവനായിട്ട് ഉപയോഗിക്കാം. നമുക്കല്ലാത്ത വലിയ കൺവെൻഷൻ അവൻ ഉണ്ട്. അത് നമ്മൾ ഭയങ്കര കുറേ അധികം സാധനങ്ങൾ വയ്ക്കുന്നത്. ഇത്തിരി 4 സാധനമൊക്കെ വയ്ക്കണമെങ്കിൽ ഞാൻ അത് എടുക്കുക വയ്ക്കാം. അതിൽ എയർ ഫ്രൈ ചെയ്യാം, ബേക്ക് ചെയ്യാം, ബ്രോയിൽ ചെയ്യാം, ടോസ്റ്റ് ചെയ്യാം, എല്ലാം കൂടെ ഉള്ളതാണ്. പക്ഷേ എനിക്കിങ്ങനെ പുറത്ത് സാധനങ്ങൾ ഇരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഈ പണി കഴിയുമ്പോൾ ഞാനെടുത്ത് അകത്ത് കയറ്റും. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഞാനിതാ ഇവർക്ക് കുറച്ച് കിവി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആപ്പിള് എടുത്തു വെച്ചു, ഒരു ചീസിൻ്റെ കഷ്ണം, പിന്നെ ഇങ്ങനത്തെ ഒരു ബാറാണ് കേട്ടോ, ചോക്ലേറ്റ് ബാർ അല്ല, മറ്റേ നമ്മുടെ ഗ്രനോള ബാർ പോലത്തെ ഒരു സാധനം, ഒരു മധുരത്തിന്. പിന്നെ ഞാൻ ചിക്കൻ സ്ട്രിപ്സ് ആയിരുന്നു, എൻ്റെ എന്താ പറയുക സ്ട്രിപ്പുകളായിരുന്നു അവർക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. ബ്രെഡഡ് ചിക്കനാണ്, അത് ഞാൻ എയർ ഫ്രൈ ചെയ്തത്, അത് വെച്ചു. രണ്ടുപേരുടെയും ലഞ്ച് ബാഗ് ആദ്യം അവിടെ എടുത്ത് വയ്ക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എയർ ഫ്രയർ പുറത്തിരിക്കുക, അങ്ങനെയാണെങ്കിൽ ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ തിരിച്ച് വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഭക്ഷണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിലോട്ട് പോകും. എളുപ്പം കഴിക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ ചോറും കറികളൊക്കെയാണ്. തെറ്റുള്ളതുകൊണ്ടല്ല, പക്ഷേ എനിക്ക് അത്രയും കാലറി റിക്വയർമെൻറ്റ് ഇല്ല. ഞാൻ കുറച്ച് പ്രോട്ടീൻ, കുറച്ച് അനാവശ്യമായ പ്രോട്ടീൻ അല്ല, ആവശ്യത്തിന് പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രീതി അവലംബിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ചിറ്റ് വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയി സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. ഭയങ്കര ഡ്രാസ്റ്റിക് മാറ്റങ്ങൾ ഒന്നും അല്ല, ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയും കണ്ടും നമ്മൾ മെഷർ ചെയ്ത് അക്കൗണ്ടബിലിറ്റി എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചിക്കൻ തൈസ് ആയിരുന്നു, ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്തു ബേക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. അതവിടെ നിന്നിട്ട് 350 ഒരു 30 മിനിറ്റ്സ് അവിടെ നിന്ന് ബേക്ക് ആയിക്കോളും. പിന്നെ ഇവർക്ക് ലഞ്ചും എല്ലാം എടുത്തു വെച്ചു. ആ സമയത്ത് ഞാനിതിനിടയ്ക്ക് എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിൽ ചിലപ്പം ആപ്പിൾ സൈഡർ വിനെഗറും ഉപ്പിട്ട് കുടിക്കും, ചിലപ്പം നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പിട്ട് കുടിക്കും. ഒരു 250 ml വെള്ളം ഫസ്റ്റ് തന്നെ അങ്ങോട്ട് അകത്താക്കും കേട്ടോ. കാരണം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം ഭയങ്കര തൊണ്ടാക്കുക നനഞ്ഞിങ്ങനെയാവുമല്ലോ. മുന്നേ ഉള്ള ഒരു ശീലത്തിൽ നിന്ന് മാറിയ ഒരു ശീലമാണ് ഈ ഫസ്റ്റ് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കാപ്പിയായിരുന്നേ. ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ചേഞ്ച് അല്ല, പക്ഷേ ഓവർ ടൈം ചില ചേഞ്ചുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം കാപ്പിക്ക് പകരം ഈ വെള്ളം കുടി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു. കാരണം കാപ്പി എന്തായാലും നമുക്ക് ഡീഹൈഡ്രേഷൻ, നമ്മളിങ്ങനെ മുത്തി കുറച്ച് കുടിക്കുകയല്ലേ, അതൊരു മനസ്സിനൊരു സന്തോഷത്തിന് കുടിക്കുന്ന പോലെ തോന്നി. ശരീരത്തിനൊരു സന്തോഷത്തിന് ആദ്യം കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ ഉപ്പിട്ട് കുടിക്കാൻ കാര്യം, എനിക്ക് ബ്ലഡ് പ്രഷർ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എപ്പോഴും BP ഇങ്ങനെ, എൻ്റെ നോർമൽ BP എന്ന് പറഞ്ഞാൽ 90/60 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ BP എടുക്കുമ്പോൾ ആൾക്കാർ എന്നെ ഒന്ന് നോക്കുക, ഇവർക്ക് വല്ല തലകറക്കോ ബോധക്കേടോ വല്ലതും ഉണ്ടെന്ന്. എനിക്ക് ഒരിക്കലും എൻ്റെ BP ഒരു 110 നിന്നും ഒരിക്കലും അല്ലെങ്കിൽ ഓടുക ചാടുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നോർമൽ BPയും എല്ലാ കാര്യങ്ങളും നോർമലാണ്. കിഡ്നി ലിവർ എല്ലാം നമ്മൾ ഒരു ഇയർലി എന്തായാലും ചെക്ക് ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ഒരു 6 മന്ത്സിലൊക്കെ എന്തായാലും ചെക്കിങ് വരും. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നോക്കിയിട്ട് വേണ്ട ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേന്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ടു ഡു ലിസ്റ്റും ഒക്കെ എഴുതി വെച്ചു. ചിക്കൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാംഗോനെല്ലാം നമ്മുടെ റോബോവാക്യൂം ഒന്ന് വിട്ടു. ഐസക്ക് ആ സമയത്ത് എണീറ്റ് വന്നു. അപ്പോൾ അവനെ പല്ല് എത്തിപ്പിച്ച് റെഡി ആയിക്കോളാൻ വന്നു. ഞാൻ മേളിൽ പോയിട്ട് ഈ അടുക്കളയിൽ ഇത്തിരി പണി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പക്ഷേ അതൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആവാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തായാലും ജിമ്മിലൊക്കെ കുറച്ച് കഴിഞ്ഞ് പോകണം. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും പണി ചെയ്ത് അതിൽ ചിക്കനൊക്കെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു മാറ്റം, ലൈഫ് സ്റ്റൈൽ മാറ്റമല്ല, പക്ഷേ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവന്നാണ്.
ഈ കട്ടിലിൻ്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റിട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കിഴക്കോട്ടാണ് തിരിഞ്ഞ് കിടക്കുക, എങ്ങോട്ടാണെന്ന് പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിഴക്കേതാ പടിഞ്ഞാറാന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതുണ്ടല്ലോ, ആക്ച്വലി തോമസും ഇമാനുകൂടെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി ഞാനിവിടെ 2 മണിക്കൂർ ഇല്ലാഞ്ഞൊരു സമയത്ത് ഇതൊക്കെ മാറ്റിയിട്ടതാണ് കേട്ടോ. പക്ഷേ നല്ല സ്പേസ് ഉള്ള പോലെ തോന്നി. ഐസക്കിനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇന്നിപ്പം സ്കൂളിലാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വണ്ടിയിൽ വരില്ല, അവൻ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്കുണ്ട്. ഇതിന് ചുറ്റും നടന്ന് 2.9 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റർ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാൽ 3 കിലോമീറ്റേഴ്സ് നടത്തിയെത്താം. അത് 2 റൗണ്ടോ 1.5 റൗണ്ടോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ രാവിലെ നടക്കുമ്പോഴേ ഞാൻ 1-2 കാര്യങ്ങൾ ചെയ്യും കേട്ടോ. 9 മണിയായിരുന്നു, ഞാൻ നിങ്ങളെ കാണിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ ആക്കി വന്നു. ഞാൻ ഈ പാർക്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ വെച്ചാൽ നമ്മൾ പല ആൾക്കാരെ ഫ്രണ്ട്സിനെ അവരെയൊക്കെ കാണും. അപ്പം പരിചയമുള്ളവരെയൊക്കെ കാണും. ചിലപ്പം നമ്മളെന്താ പറയുക, പരിചയമുള്ളവരൊന്നും കാണുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നും കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിങ്ങനെ വർത്താനം പറയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി. അത് ആ സമയത്ത് ഞാൻ നടക്കുമ്പം ചെയ്യുന്ന 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് നടക്കും. പാട്ട് കേട്ടുകൊണ്ട് നടക്കുമ്പോൾ ചുറ്റുമുള്ളതൊന്നും അറിയാനും കേൾക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, ഒരു ചെറിയ കാര്യമാണ്, കുറച്ചിങ്ങനെ ക്ലീശേ പോലെ തോന്നും. എന്നാലും ശ്രമിച്ചു നോക്കുക കേട്ടോ. എപ്പോഴും പാട്ട് കേട്ടൊക്കെ നടക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ഹെഡ്ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഒരു മൈൻഡ്ഫുള്ളായിട്ട്, അതായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെഡ്ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാണല്ലോ കുറച്ചും കൂടെ നമ്മൾ മൈൻഡ്ഫുൾ ആകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ചുറ്റുമുള്ള ശബ്ദങ്ങളും പിന്നെ ഈ നടക്കാൻ പോകുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എപ്പോഴും എന്താ പറയുക, നമുക്ക് ആ ലൈഫിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് വേണേൽ പറയാം. അത് ശരിക്കും ഒരു നല്ല പ്രാക്ടീസാണ് കേട്ടോ. ആ ഒരു റൗണ്ട് നടക്കുമ്പം മറ്റ് ചിന്തകൾ, നമുക്ക് അങ്ങനെയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചിന്തകൾ വരും. ഒന്നും ചെയ്യാണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ചിന്തകൾ വരും. അപ്പോൾ ആ ചിന്തകൾ ഒന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്തേനെ അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ ബാഡ് ചിന്തകളിലേക്ക് പോവാതെ ആ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നമ്മൾ ആരെക്കുറിച്ചാലും ചിന്തിക്കുന്നു. അപ്പോൾ അവർ നമ്മുടെ ലൈഫിൽ ബ്രിങ് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി താങ്ക്സ് പറയുക. ഇനി പൊട്ട ആൾക്കാരാണെങ്കിലും അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്ന്, അങ്ങനെ സിൽവർ ലൈൻ എപ്പോഴും കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ടൈം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ച്വലി ഇൻറ്റൻഷനലി പ്രാക്ടീസ് ചെയ്യുക, റൈറ്റ് ഡൗൺ ചെയ്യാതെ മറ്റൊരു തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു വാക്ക് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം രാവിലെ ഞാൻ കാപ്പിക്കകത്ത് ഞാൻ കൊള്ളാജനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ എക്സസൈസിനൊന്നും പോയതല്ലോ, ജസ്റ്റ് വാക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. 9:30 ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച് വയ്ക്കുക. അവക്കാഡോ അല്ലെങ്കിൽ കറുത്തു പോയാലേ നമുക്കതൊരു ബുദ്ധിമുട്ടാവും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും വേറൊരു ചേഞ്ചാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത്. ആവശ്യത്തിന് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം. നമുക്ക് ഈ ടെക്നോളജി നമ്മുടെ പേരൻസിനൊന്നും ഇല്ലാഞ്ഞ് എന്തെല്ലാം പ്രിവിലേജസാണ് നമുക്കുള്ളത് അല്ലേ, എന്തെല്ലാം ആധുനികമായ ടെക്നോളജികളാണ്. അപ്പം ഡീപ്പ് ഫ്രീസർ മേടിക്കാം. എനിക്ക് താഴെ ഒരു സ്റ്റാൻഡിങ് ഡീപ്പ് ഫ്രീസറുണ്ട്, ചെറിയൊരെണ്ണം. അതല്ലാണ്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ -27 ഡിഗ്രിയിലാണ് നമ്മുടെ ഫ്രീസർ താഴത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോട്ടെ, പക്ഷെ സാധനങ്ങൾ ഒരു കേടും വരില്ല. ഒരു മാസത്തിന് മേളിലൊക്കെ ഇരിക്കും. ഇത് ഞാൻ ഓൾറെഡി ഫ്രോസൺ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഒപ്പം 2 എഗ്ഗും കൂടെ കഴിച്ചിട്ടുണ്ട്. സൗർഡോ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്, അത് സ്റ്റോറിൽ തന്നെ ബേക്ക് ചെയ്തേക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഇനിയിപ്പം ചെക്കനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം, സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് സാമ്പാർ, ഇത് അത്രയും കഷ്ണങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനെടുക്കുന്ന വെള്ളരിക്ക എന്ന് പറയണതുണ്ടല്ലോ, നമ്മൾ ഈ ഇതിനകത്തിടില്ലേ, നമ്മുടെ സാലഡിൽ നിന്ന് കുക്കുംബറില്ലേ, അത് തന്നെയാണ്. നല്ല രസമായിട്ട് വരും നമ്മൾ സാമ്പാറിലിടുമ്പോൾ. പിന്നെ വഴുതനങ്ങ, കായ, മുരിങ്ങക്കോലും കുറച്ച് മറ്റ് സാധനങ്ങളും ഫ്രോസൺ ആണ്. അപ്പോൾ ഫ്രോസൺ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് എപ്പോഴും സംശയം വരുമേ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രീസറിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പറ്റത്തുള്ളൂ. കാരണം ഇപ്പം ചില സാധനങ്ങൾ
ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ ഈ അവക്കാഡോ തന്നെ നല്ലത് കിട്ടുമ്പം കിട്ടി, നല്ലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക കറുത്തൊക്കെയാണ് നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രോസൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് എടുത്ത് തന്നെ കുറച്ച് നേരം പുറത്ത് വയ്ക്കുക, എന്നിട്ട് അത് മാഷ് ചെയ്ത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇച്ചിരി മുട്ടയൊക്കെ വെച്ച് കഴിക്കുക, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇവർക്കിപ്പം ഈ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാർ അവിയലിനേക്കാളും സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ കഷ്ണം കുറേ ആയിപ്പോയി കേട്ടോ, ഞാൻ അരിഞ്ഞ് പിടിച്ച് വന്നപ്പോൾ കുറച്ച് അധികം ഉണ്ട്. ഇനി ഇതിനകത്ത് മുരിങ്ങക്കോലൊക്കെ ഇടണമല്ലോ. ഞാൻ ഓൾറെഡി പുളി ഇനിയിപ്പോൾ ഒഴിച്ചേക്കാമെന്ന് വെച്ചു. കുക്കറിൽ ഞാൻ ആദ്യം പരിപ്പും മത്തങ്ങയും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പും മത്തങ്ങയും കൂടെ ഒന്നിച്ച് വേവിച്ചിട്ടുള്ള സാമ്പാർ നല്ല കുറുകിയിരിക്കുന്ന സാമ്പാറാണ്. വെള്ളം പോലത്തെ സാമ്പാറിനൊരു ചിലവില്ല ഇവിടെ. വെള്ളം പോലത്തെ സാമ്പാറിന് കാണുമ്പോൾ എന്താ പറയുക, അത് ഞാൻ വെക്കാറുമില്ല നമ്മളങ്ങനെ. പക്ഷെ മത്തങ്ങയും പരിപ്പും കൂടെ ആദ്യം ഒന്ന് അടിക്കണം, ഒരു 3/4 വേവിച്ചിട്ട് പിന്നെ കഷ്ണം ഇടുക ചെയ്യാം. ഡ്രം സ്റ്റിക്ക് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടും. നമ്മളെന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത്, അത് തോഴിയാനൊന്നും നിൽക്കണ്ട, അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിനകത്തോട്ട് ഇട്ടാൽ മതി. കൈയൊക്കെ എടുത്ത് കൈ ഉപയോഗിച്ചെടുക്കാത്തതാണ് നല്ലത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാസങ്ങളോളം ഒന്നും വെക്കില്ല, പെട്ടെന്ന് നമ്മുടെ അത് തീരും. മുരിങ്ങക്കാൽ വെച്ചിട്ട് പിന്നെ നമ്മൾ വെക്കുന്നത് പരിപ്പും മുരിങ്ങക്കാവ് വയ്ക്കാറുണ്ട്. പിന്നെ സാമ്പാർ അവിയൽ ഇങ്ങനത്തേലൊക്കെ തന്നെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് കഷ്ണങ്ങൾ അധികമായി, അപ്പോൾ സാമ്പാർ കുറച്ച് അധികമാവും, അത് കുഴപ്പമില്ല. അപ്പം എന്താ പറയുക, ഞാൻ മുന്നേ പറഞ്ഞ പോലെ സാമ്പാർ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ചോറിൻ്റെ എമൗണ്ടിലാണ് പ്രശ്നം. പിന്നെ പിള്ളേർക്ക് അവർക്ക് ഈ അവരുടെ ഗ്രോയിങ് ഏജ് ആയതുകൊണ്ട് ചോറും അത്യാവശ്യം കാലറിയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതിൻ്റെ ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡിൽ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും കൂടിയാണല്ലോ മാറ്ററായിട്ടുള്ളത്. ഞാൻ 10:30 ആയിട്ടോ ഈ സമയമായപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്കി ഇതെല്ലാം അടിച്ച് കുക്കറിലോട്ടൊന്ന് വെച്ചിട്ട് ആ കുക്കറൊന്ന് ഒരു അര അടിക്കണം, ഫുൾ പോലും അടിക്കണം. അതിനുവേണ്ടി ഞാൻ റെഡിയായി നിൽക്കും. ഇനിയും പണികളുണ്ട് കേട്ടോ. ഇതൊരു ഫ്രോസൺ സാൽമണാണ് എടുത്തിട്ട് അത് തോചാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഫ്രഞ്ച് ബീൻസ് ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് 11 മണിക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പം മീനും ഇറച്ചിയും സാമ്പാറൊക്കെ വെച്ചിട്ട് പോയാൽ മണം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ സാമ്പാർ ജസ്റ്റ് ഒന്ന് 3/4 അടിക്കാൻ വേണ്ടി ചെയ്തു. എന്നിട്ട് ട്രെയിനിങ് അവിടെ എടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര തിരക്കുമാണ്. പിന്നെ ട്രെയിനർ എന്നെ വർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചു. അയാൾ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, കൺസിസ്റ്റൻസിയും ന്യൂട്രീഷനും നല്ല എക്സസൈസും ചെയ്യണമെന്ന്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമുക്കിനി നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഇത്തിരി കഴിക്കാം. ചിക്കൻ അതൊരു 100 ഗ്രാം അടുപ്പിച്ചുണ്ട് കേട്ടോ. ചിക്കൻ നല്ല അത്യാവശ്യം 10-30 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ ഞാൻ ഇത്തിരി ഗ്രീക്ക് യോഗട്ട് ഇത്തിരി കുറച്ചെടുത്തു കേട്ടോ. ഒരു 1/3 കപ്പേ ഉള്ളൂ. ഇത്തിരി പ്രോട്ടീൻ അല്ല അതിനകത്തുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ എന്താ പറയുക, ബ്രോക്കോളിയും ക്യാരറ്റും കൂടെ ഉള്ള ഒന്ന് തോരൻ പോലെ വെച്ചത് അതും എടുത്തിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, വേറെ നമ്മളോടാരും ചോദിക്കാനൊന്നുമില്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. കിടക്കാം, ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. പക്ഷേ ഈ എക്സസൈസൊക്കെ ചെയ്ത് വന്നിട്ട് അങ്ങോട്ട് കിടക്കരുത്, നമ്മൾ മൂവ് ചെയ്യണം. അത് പ്രത്യേകിച്ച് നല്ല സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിലേഡ് ഓൺസെറ്റ് ആയിട്ടുള്ള മസിൽ പെയിൻ വരാതിരിക്കണമെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നിവൃത്തി, വേറൊരു നിവൃത്തിയില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നു, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഈ കമ്പ്യൂട്ടറിലും എന്താ പറയുക, ഐപാഡിലും ഫോണിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അവിടെ ഇടും. അപ്പം നമുക്ക് വീട്ടിൽ മാംഗോ ഉണ്ട് അവിടെ, അവൾ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, കാലൊക്കെ മേളിലോട്ട് പൊക്കി കിടന്നുറങ്ങും. അപ്പം ഞങ്ങൾക്ക് ഇതിനെങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുക. പിന്നെ ശുനക നിദ്ര എന്ന് പറയുന്നത് സത്യമായിട്ടോ, ആരെങ്കിലും ഒന്ന് തുമ്മിയ അപ്പം പിന്നെ അവൾ അലേർട്ടാവും. ഞാൻ ഇവിടെ ഉണ്ട്, നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ മലർന്ന് കിടന്ന് 4 മേളിലോട്ടാക്കി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ വന്ന സമയം കൊണ്ട് മീൻ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രോസൺ ലൈക്ക് തോടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കുറേ നമ്മൾ ഫ്രോസൺ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ കഴിക്കാമോ ഇങ്ങനെ കഴിക്കാമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എനിക്ക് അറിയില്ല. ഇതിപ്പം ഇവിടെ നമ്മൾ കടകളിൽ മേടിക്കണ സാധനമല്ലേ, കടകളിൽ നമുക്ക് കൊള്ളാത്ത സാധനങ്ങൾ വിൽക്കുമെന്ന് ചോദിച്ചാൽ വിൽക്കും. പക്ഷേ ഇതൊക്കെ സർട്ടിഫൈഡ് ആണ്. ഇതൊരു സാധനങ്ങൾ ഫ്രീസ് ചെയ്യാന്നുള്ളത് ഒരു ഫുഡ് ടെക്നോളജിയാണ്. അതിൻ്റെ കോൾഡ് ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഫ്രോസൺ ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഫ്രഷാന്ന് പറഞ്ഞ് കടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പിടിക്കണ മീനായിരിക്കണം. അതല്ലാണ്ട് കൊണ്ടുവന്ന് മീൻ ഫ്രഷാന്ന്
അവരത് എപ്പോഴെങ്കിലുമൊക്കെ പിടിച്ചിട്ടുള്ളാവില്ല, എന്തെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും അത് ഫ്രഷ് ആക്കി വെക്കണം. അപ്പം നമുക്കിങ്ങനെ വേറൊരാളുടെ ഫുഡ് ചോയ്സ് അങ്ങനെ കാണുമ്പം ഇത് ചീത്തയാണോ, ബോഡിക്ക് മോശമാണോ, അങ്ങനെ ഒരു ചിന്ത വരും, നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ ഫ്രോസൺ എന്ന് പറയുന്നുണ്ട്, ആ ചിന്ത അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിലോട്ട് കയറിയിട്ട് അങ്ങനെ എഴുതരുത്. അപ്പോൾ നമുക്ക് കാണുന്ന നമുക്കൊരു പേടിയാവില്ലേ, ഇത് കൊള്ളാമെന്നുള്ളതുകൊണ്ടാണല്ലോ, ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഇല്ല, പോയിസൺസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഇത് ആളുകൾ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി ഫ്രോസൺ ഫുഡൊന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമില്ല, എല്ലാം അപ്പപ്പം ചെയ്യണതാണെന്നുണ്ടെങ്കിൽ അത് യാതൊരു തെറ്റുമില്ല, നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് 99% ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നവർ ഭയങ്കര ശരിക്കും എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് പോലെ തന്നെ തോന്നും കേട്ടോ. ചേച്ചിമാരും അനിയത്തിമാരും സമപ്രായക്കാരും ഒരു ഫാമിലി, നമ്മൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രൂപ്പിൽ നമ്മളൊരു കാര്യം ഷെയർ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ തോന്നും. എനിക്കൊരിക്കലും ആരും നമ്മുടെ ചാനലിൽ വന്നിട്ട് അടിപൊളിയാണെന്ന് മാത്രം പറയണമെന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് എത്രയോ പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തെറ്റായിട്ട് പറയുമ്പോൾ, വാക്ക് ഉച്ചരിക്കുമ്പോൾ ഒക്കെ വന്നിട്ട് അങ്ങനെ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും സജഷൻസ് തരുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പോലെ വരുന്നത്, നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, ബോൾഡായിട്ടുള്ള ആളെന്നൊക്കെ പറഞ്ഞാലും അത് നമുക്കൊരു ഭയങ്കര സെറ്റ് ബാക്ക് പോലെയാണ് കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റ്സ് നിങ്ങൾ കാണില്ല, കാരണം വരുമ്പോൾ അപ്പം തന്നെ ഞാൻ അവർക്കൊരു നല്ല മറുപടിയും കൊടുത്തിട്ട് അവർ നമ്മുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. അവർക്ക് പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണാം, കമൻറ്റ്സൊക്കെ അയച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഞാൻ കാണില്ല, നിങ്ങൾക്കും കാണാൻ പറ്റില്ല. ഈ അയക്കണ ആൾക്ക് മാത്രം അവരുടെ ഡാഷ് അവരുടെ തന്നെ മുറ്റത്ത് കിടക്കണ അവസ്ഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരാളെ നേരിട്ട് റോട്ടിൽ കാണാം, അപ്പോൾ അവർ നമ്മളെ ഒന്ന് ചിരിച്ചു കാണിച്ചു, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു എന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ പറയും അവരോട്, ഇങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടതെന്ന്. അങ്ങനെ പറയുന്നവരാണെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയോ കേട്ടോ. പിന്നെ നീ ചാനലിൽ വന്നിട്ട് ഭയങ്കര ഉപദേശമല്ലേ, അപ്പം ഞങ്ങൾക്ക് ഉപദേശിച്ചുകൂടെയെന്ന്. ഞാൻ നിങ്ങളാരെയും പേഴ്സണലി ഹരാസ് ചെയ്യുകയോ മോശം പറയുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതെൻ്റെ ചാനലല്ലേ, ഇതെന്ന് വെച്ചാൽ ദിസ് ഇസ് മൈ പ്രോപ്പർട്ടി അല്ലേ, ഇതാണ്, ഞാനിവിടെ ബൗണ്ടറീസ് അതുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 1-2 ആൾക്കാർക്ക്, എനിക്കറിയാം നിങ്ങളിപ്പോഴും ഈ വീഡിയോസ് കാണുന്നുണ്ടെന്ന്, നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും, കാരണം എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ കമൻറ്റ് ഇടുന്നത് ഇനി ഇടുന്നത് എനിക്കും കാണാൻ പറ്റില്ല, എൻ്റെ ഈ ഒരു ഫാമിലിയിൽ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തിനാ അങ്ങനെ നമ്മളെന്താ പറയുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കി വെക്കണത്. ഇതൊക്കെ പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചോറ്, സാമ്പാർ, മീൻ വറുത്തമൊക്കെ ആയി പിള്ളേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ കുറച്ചായിട്ട് പറയണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മൂഡ് എപ്പോഴും ഒരുപോലെ ആവത്തില്ലല്ലോ. ചിലപ്പോൾ ഈ പൊട്ടക്കമൻറ്റുകൾ കാണുമ്പോഴത്തേന് അങ്ങ് ചിരിച്ചു തള്ളിപ്പോവും. പക്ഷെ ചിലപ്പം നമ്മുടെ മനുഷ്യനല്ലേ, നമ്മുടെ ആ ഒരു മൂഡൊക്കെ മാറിയിരിക്കുന്നതനുസരിച്ച് നമ്മളതങ്ങോട്ട് എന്താ പറയുക, നമ്മളത് പെർസീവ് ചെയ്യുന്നത് മാറിയിരിക്കും. നമുക്ക് പിന്നെ എന്തിനിപ്പോൾ ഇത് ചെയ്യുന്നത്, എനിക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും ഒരു മണി മേക്കിങ്ങിനുള്ളതല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എനിക്കൊരു സന്തോഷം അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അതിനകത്ത് ദുഃഖം കൊണ്ടുവരുന്നതൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അപ്പം ഇതെന്താ പറയുക, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വന്നിട്ട് കണ്ടാൽ മതി. കുറച്ച് കണ്ടു കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ നിങ്ങൾ കാണണ്ട. നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ യൂട്യൂബിൽ. ഇപ്പം ഞാനും വർഷങ്ങളായിട്ട് കണ്ടിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും കാണുന്ന ചാനലുകളുണ്ട്. അത് നോർമലാണ്. പക്ഷെ ഞാൻ അവരുടെ ഒന്നും ചാനലിൽ പോയി അയ്യോ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണെന്നൊന്നും പറയാറില്ല. കാരണം ഓരോരുത്തരുടെയും ലൈഫ് അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, പ്രഷ്യസ് ആണ് എൻ്റെ ലൈഫ്. അപ്പം അതിനകത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ.